ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ആണല്ലോ, കേൾക്കാമല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിലവിൽ നമുക്ക് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ട് അല്ലേ? അപ്പം ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ നമ്മൾ എങ്ങനെ എഴുതും? ഒരു y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അല്ലേ, അല്ലെങ്കിൽ സ്മോൾ എഫ് എന്താണല്ലോ, നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഈ ഒരു ഫോമിലുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഡെറിവേറ്റീവായ y ഡാഷിൻ്റെ ടേം ഉണ്ട്, പിന്നെ എക്സിൻ്റെ ടേമുകൾ വരാറുണ്ട് അല്ലേ, പിന്നെ വൈയുടെ ടേമുകൾ വരാറുണ്ട്. നമുക്കറിയാം ഇക്വേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ടേംസിനെ അങ്ങ് വലത്തോട്ട് കൊണ്ടുപോകും, നമ്മൾ ചിലപ്പോൾ ഇടത്തോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിക്കും അല്ലേ. ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ നമുക്ക് ഇക്വേഷൻ അത് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ, ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നുമല്ല, വെറുതെ ഒരു ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇതിനെ വേണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എന്നൊക്കെ നമ്മളിങ്ങനെ മാറ്റി എഴുതും. അപ്പോൾ അങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഇക്വേഷൻ അത് ഉപയോഗിക്കുന്നൊരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്കറിയാം അവിടെ എക്സിൻ്റെ ടേമുകൾ വരാം, വൈയുടെ ടേമുകൾ വരാം, പിന്നെ വൈ ഡാഷ് വരാം. നമ്മൾ അങ്ങനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ഫോമിലേക്ക് കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിലേക്ക് കിട്ടാറുണ്ട്. ഈ ഫോമിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ. ഈ ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് ഐ എന്ന് പറയുന്ന വൈയിൽ മാത്രമുള്ളൊരു ഫംഗ്ഷനാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഇൻറ്റു വൈ ഡാഷ്. അതേപോലെ എക്സിലുള്ള ടേംസിനെ എല്ലാം കൂടെ നമുക്ക് ഒരു സിംഗിൾ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും ചില സമയങ്ങളിൽ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കിട്ടിയില്ലായിരുന്നോ? അയ്യോ, ഞാൻ എൻ്റെ സ്ക്രീൻ കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പം കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് കണ്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, പറയണ്ടേ ആദ്യം തന്നെ, ഞാനിവിടെ എഴുതുന്നുണ്ടായിരുന്നു. ഓക്കെ, സാരമില്ല, പോട്ടെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നല്ലോ. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്താ എഴുതുന്നത്? വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ് നമ്മൾ എന്തെഴുതാറ്? സാധാരണ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ടേംസ് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അവിടെ വൈ ഡാഷിൻ്റെ ടേം വരാം, അല്ലെങ്കിൽ എക്സിൻ്റെ ടേം വരാം അല്ലേ, അതേപോലെ അവിടെ വൈയുടെ ടേം വരാം. ശരിയാണല്ലോ? അപ്പം നമുക്കറിയാം ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ടേമിനെ നമ്മുടെ കൺവീനിയൻറ്റിനനുസരിച്ച് അല്ലേ നമുക്ക് തന്നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഇക്വേഷൻ്റെ കാര്യത്തിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ സാധാരണ ഒരു ഇക്വേഷൻ്റെ കേസിൽ എഴുതാണ്, ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, വേറെ ഒരു ഇക്വേഷൻ തന്നെ പറയുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ. അതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ടേമിനെ വേണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ വൈയിൽ മാത്രമുള്ള ഫംഗ്ഷനും റൈറ്റ് സൈഡിൽ എക്സിൽ മാത്രമുള്ള ഫംഗ്ഷനാക്കി നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് പോസിബിളാണ് ഇക്വേഷൻ കേസിൽ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെയും ഇതേപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ ഈ ഫോമിൽ നമുക്ക് കിട്ടും. എങ്ങനെ? ജി ഓഫ് വൈ ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ വൈയിലുള്ള ടേം മാത്രമേ ഉള്ളൂ. ജി ഓഫ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, അതായത് വൈയിലുള്ള ടേം മാത്രം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാൻ പറ്റും, ഇൻറ്റു വൈ ഡാഷ്. ഓക്കെ, അത് ഓൾറെഡി അവിടെ ഉണ്ടാവും എപ്പോഴും. പിന്നെ റൈറ്റ് സൈഡിൽ എന്താ? റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ടേം മാത്രമേ റൈറ്റ് സൈഡിൽ വരുന്നുള്ളൂ. ഈ രീതിയിലേക്ക് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ ഇക്വേഷനെയും പറ്റാറില്ല, ചില ഇക്വേഷനുകളെ നമുക്കിങ്ങനെ ഒരു ഓൾജിബ്രൈക് മാനിപ്പുലേഷൻസ് ഉപയോഗിക്കും. ഓൾജിബ്രൈക് മാനിപ്പുലേഷൻ മീൻസ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇടത്തേക്ക് കൊണ്ടുപോകുക, വലത്തേക്ക് കൊണ്ടുപോകുക അല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു റീഅറേഞ്ച്മെൻറ്റ് അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ ചിലപ്പോൾ എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. നമുക്കറിയാം വൈ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വൈ ഡാഷിന് നമ്മൾ വിളിക്കും dy ബൈ ഡി എക്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ജി ഓഫ് വൈ ഇൻറ്റു
വൈ ഡാഷ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് എഴുതാറുള്ളത് അല്ലേ, ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ അതിനെ ഒരു ഓൾജിബ്രിക് ഇതിന് ചിലപ്പോൾ ഇതിന് ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, ജി ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്കറിയാം ഈ ഇക്വേഷൻ നമ്പർ 1 എഴുതിയ അതേ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്, മാറ്റമൊന്നുമില്ല, ടേംസിനോ ഒന്നും മാറ്റമില്ല, ജസ്റ്റ് വൈ ഡാഷിന് വരെ നമ്മൾ ആ ഡി വൈ ബൈ ഡി എക്സ് എഴുതിയെന്നുള്ളൂ. ഇങ്ങനെ നമുക്കൊരു ഇക്വേഷനെ എഴുതാൻ സാധിച്ചാൽ ഓക്കെ, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സെപ്പറബിൾ ഇക്വേഷൻ. എന്തുകൊണ്ടായിരിക്കും ഈ സെപ്പറബിൾ ഇക്വേഷൻ എന്നുള്ള പേര് വരാൻ കാരണം? വേറൊന്നുമില്ല, ഇവിടെ എക്സ് വൈ എന്നുള്ള 2 ടേം ഉണ്ടായിരുന്നു, അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി, അതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറബിൾ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് 2 വേരിയബിൾ എക്സും വൈയും ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരം ഇക്വേഷൻ എങ്ങനെ വിളിക്കും? സെപ്പറബിൾ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇത്രേ ഉള്ളൂ സെപ്പറബിൾ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എന്താണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് വൈയുടെ ടേമിനെയൊക്കെ ഒരു സൈഡിലേക്കും എക്സിൻ്റെ ടേമിനെയൊക്കെ ഒരു സൈഡിലേക്കും മറ്റൊരു സൈഡിലേക്കും കൊണ്ടുവന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു ജി ഓഫ് വൈ ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ജി വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ സാധിച്ചാൽ നമ്മൾ അത്തരം ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് സെപ്പറബിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും സെപ്പറബിൾ ഇക്വേഷനെ പറ്റി? മനസ്സിലായോ? ആരെങ്കിലും ഒരാൾ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 9y ഡാഷ് പ്ലസ് 4x ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഉടനെ അപ്പോൾ എന്തെഴുതാം? നമുക്ക് 9y ഡാഷ് ഈക്വൽ ടു -4x എന്ന് എഴുതാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ലെഫ്റ്റ് സൈഡിലെല്ലാം വൈയുടെ ടേമും റൈറ്റ് സൈഡിലെല്ലാം എക്സിൻ്റെ ടേമുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ മുകളിൽ പറഞ്ഞ കണക്ക് വൈ ഡാഷ് നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പം 9y ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -4x. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ ഡി എക്സ് അല്ലേ വരണം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 9y ഡി വൈ ഈക്വൽ ടു -4x ഡി എക്സ് എഴുതാം. അപ്പോൾ നോക്കിയേ, ആക്ച്വലി ഈ 2 സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, ഈ സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാവുന്നതായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തനി ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് അങ്ങ് എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നോക്കിയേ, 9y ഡി വൈ ഈക്വൽ ടു -4x ഡി എക്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിപ്പം ക്ലിയർലി ഇതെന്താണ്? ഇതൊരു സെപ്പറബിൾ ഇക്വേഷൻ ആണ്. അപ്പം ഇതിൽ നിങ്ങൾ എന്താ അടുത്ത ചെയ്യേണ്ടത്? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ബോത്ത് സൈഡ്സ്, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമ്മൾ ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 9y ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ, കാരണം ഡി വൈ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പം 9y വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 9 അതുപോലെ നീക്കും. വൈയുടെ ഇൻ്റഗ്രൽ എന്ത് വരും? y²/2 അല്ലേ? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട്, കാരണം നമുക്ക് എപ്പോഴും ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൂടെ കൊടുക്കാറുണ്ട്. ഓക്കെ, അതുകൂടെ മനസ്സിലിരിക്കട്ടെ, കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ എന്താ? -4x dx. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതിന് ഇൻ്റഗ്രേറ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? -4x²/2. അപ്പം -4 2 തമ്മിൽ പോയിട്ട് -2x². ഓക്കെ, നമുക്കറിയാം ഇവിടെയും എന്ത് കൊടുക്കണം? ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കണം, ഒരു സി കൊടുക്കണം എന്നറിയാം. അത് കൊടുത്തിട്ടുണ്ട്. എന്താ അറിയോ? രണ്ടും കൂടെ ചേർത്ത് ഒന്നിച്ചും കൊടുത്തിരിക്കുകയാണ്. എന്ത്? C* എന്ന് പറഞ്ഞത്. ആക്ച്വലി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോൺസ്റ്റൻറ്റ് C1 കൊടുക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റൻറ്റ് C2 കൊടുക്കുന്നുണ്ട്. രണ്ടിനെയും കൂടെ ചേർത്ത് ഒറ്റ കോൺസ്റ്റൻ്റ് നമ്മൾ എന്ത് വിളിച്ചു? C* എന്ന് നമ്മൾ വിളിച്ചു. ഇവിടെ കിട്ടിയോ? ഇനി ഒന്നുമില്ല, ഇപ്പം നമ്മൾ സൊല്യൂഷൻ എത്തിക്കഴിഞ്ഞു. ഇതിനെ ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ചെയ്തൊരു ഭംഗിക്ക് എഴുതാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, നമുക്ക് ഈ -2x² ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു 2x² പ്ലസ് 9/2 y² ഈക്വൽ ടു C* എന്ന് കിട്ടി. സോറി, നമ്മൾ കുറച്ചുകൂടെ ഭംഗി വരുത്താൻ വേണ്ടി ഇതിനെ ഒരു 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനൊരു 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? x²/9 പ്ലസ് y², നമ്മൾ 18 കൊണ്ട്, അപ്പോൾ 9 വെട്ടിപ്പോവും, 4 ഈക്വൽ ടു C*/18.
ഈ സി സ്റ്റാർ ബൈ 18 നമുക്ക് അത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സി സ്റ്റാർ ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ സി സ്റ്റാർ ബൈ 18 നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു സി എന്ന് വിളിക്കാം. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? x² / 9 + y² / 4 = c എന്ന് പറയുന്ന ആളായിരിക്കും നമ്മുടെ എന്ത് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജിയോമെട്രിക്കലി നിങ്ങൾക്കറിയാം ഇത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വിച്ച് റെപ്രസെൻറ്റ്സ് എ ഫാമിലി ഓഫ് എലിപ്സ്. എന്തുകൊണ്ടാണ് ഫാമിലി ഓഫ് എലിപ്സ് എന്ന് പറയാൻ കാരണം? നിങ്ങൾക്കിപ്പോൾ അറിയാം, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫാമിലി ഓഫ് എലിപ്സ് എന്ന് പറയാൻ കാരണം. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് സി ഉണ്ട്. ഈ സിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഓരോരോ എലിപ്സുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഇത് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ ആണോ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ ആണോ? അത് ഇവിടെ അറിയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്. ഓക്കെ, നോക്കിയാൽ സൊല്യൂഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തല്ലോ. y= എന്ന് പറഞ്ഞ ഫോമിൽ ആയിരുന്നെങ്കിൽ നമ്മൾ അതിന് എക്സ്പ്ലിസിറ്റ് വിളിക്കും. ഇവിടെ പക്ഷേ y= ഫോമിലല്ല, എക്സും വൈയും എല്ലാം കൂടെ ചേർന്നാണോ നിങ്ങൾ. സോ ഇത് എന്താണ്? ഇതൊരു ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ, എക്സ്പ്ലിസിറ്റ് അല്ല. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ y= എന്ന് പറഞ്ഞ രീതിയിൽ എഴുതുന്നതാണ്. അപ്പോൾ എന്തായാലും അത് പോട്ടെ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലായോ ഈ കണക്ക് ചെയ്ത്? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുവാം. 5 പ്രോബ്ലം എന്താണ് നമുക്ക് പഠിക്കാനുള്ളൂ. രണ്ടാമത്തെ പ്രോബ്ലം, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y' = 1 + y². നമുക്കപ്പം അറിയാം y' നമ്മൾ എങ്ങനെ എഴുതും? dy/dx = 1 + y². നമുക്കറിയാം ഈ 1 + y² അങ്ങ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? dy/1 + y² നമുക്ക് ഈ dx ഇവിടെ നമുക്ക് അതിനും കൊണ്ടുപോകാം dx. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ dxനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊന്നും അല്ല യഥാർത്ഥത്തിൽ മീനിങ് അല്ലെ. കാൽക്കുലസിൻ്റെ പ്രോപ്പർട്ടി dy/dx × dxനെ നമ്മൾ dy എന്ന് വിളിക്കുന്ന ആ ഒരു സെൻസിലൊക്കെയാണ് ഇത് പോകുന്നത്. എന്നാലും നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? dy അല്ല, നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് അല്ല യഥാർത്ഥത്തിലാണ് നടക്കുന്നത്. കാൽക്കുലസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നടക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? dy/1 + y² = dx എന്ന് കിട്ടിയില്ലേ? ഇത് ഏത് ഫോമിലായി? ഇത് നമ്മുടെ സെപ്പറബിൾ ഫോമിലായി കഴിഞ്ഞു. കാരണം എന്താ? ലെഫ്റ്റ് സൈഡിലെല്ലാം y എന്നും റൈറ്റ് സൈഡിലെല്ലാം എക്സും. എക്സ് ഇല്ല, എന്നാലും കോൺസ്റ്റൻറ്റ് 1 ഉണ്ട്. ഓക്കെ, എന്തായാലും വൈയുടെ ടേം എല്ലാം ഒരുമിച്ചാണല്ലോ. അപ്പം നാച്ചുറലി എക്സിൻ്റെ ടേം എന്തായിരിക്കും? ഒന്നിച്ചായിരിക്കും. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു y ആണ്. എന്താണ് ഇൻ്റഗ്രൽ 1/1 + y² dy എന്ന് വെച്ചാൽ നമുക്കറിയാം tan ഇൻവേഴ്സ് y അല്ലെങ്കിൽ ആർക്ക് tan y എന്ന് നമ്മൾ തൽക്കാലം tan ഇൻവേഴ്സ് y എന്ന് വിളിക്കുന്നു. അപ്പം നമുക്കറിയാം tan ഇൻവേഴ്സ് y കഴിഞ്ഞില്ല, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് വേണം എന്ന് നമുക്കറിയാം. കാരണം ഇൻ്റഗ്രേഷൻ കഴിയുമ്പോൾ ഉടനെ നമ്മൾ എന്ത് ഇടാം? ഒരു കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ റൈറ്റ് സൈഡിൽ ഒരു ഇൻ്റഗ്രേഷൻ നടത്തേണ്ടതുകൊണ്ട് രണ്ട് കോൺസ്റ്റൻറ്റ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്താൽ മതി. ഇനി റൈറ്റ് സൈഡിൽ എന്ത് വരും? ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രൽ dx എന്താ? എക്സ്. അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റ് കൂടെ ചേർത്ത് നമ്മൾ c എന്ന് ഇപ്പോഴങ്ങ് കൊടുത്തു. ഇവിടെ നമുക്ക് y കണ്ടുപിടിക്കുമല്ലോ. ദെൻ y = എന്ത് എഴുതാം? tan ഓഫ് എക്സ് + c എന്ന് എഴുതാം. സോ ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ എപ്പം ചെയ്യുന്നോ ഉടനെ തന്നെ അതിൻ്റെ കോൺസ്റ്റൻറ്റ് കൊടുത്തോണം. അല്ലാതെ എല്ലാ റീഅറേഞ്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും. ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ഈ കണക്കിൽ തന്നെ നിങ്ങൾ കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നില്ല, നിങ്ങൾ എഴുതുന്നു ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം tan ഇൻവേഴ്സ് y എന്ന് കിട്ടുന്നു, റൈറ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x എന്ന് കിട്ടുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എഴുതുന്നു y = tan x. അയ്യോ, അപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത്, അയ്യോ നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ c എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ വേറൊരാൾ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ. ഈ രണ്ട് ആൻസർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. ഇത് രണ്ടും രണ്ട് ആൻസറാണ്. ദേ ആക്ച്വലി ഈ കിട്ടിയ ആൾ സൊല്യൂഷൻ പോലും അല്ല, ഇത് തെറ്റാണ് യഥാർത്ഥത്തിൽ. അതാണ് ഇവർ പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ഇൻട്രൊഡ്യൂസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇമ്മീഡിയറ്റ്ലി വെൻ ദ ഇൻ്റഗ്രേഷൻ ഇസ് പെർഫോംഡ്. ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാത്തതാണ് നമ്മൾ താഴെ ചേരിക്കുന്നത്. അവർ പറഞ്ഞിട്ടാ y = tan x + c would not be a solution. കണ്ട, ഇതൊരു സൊല്യൂഷൻ പോലും അല്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴാണോ നിങ്ങൾ ഇൻ്റഗ്രേഷൻ നടത്തുന്നത് ഉടനെ തന്നെ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചില സമയങ്ങളിൽ ഈ അവസാനം കൊണ്ട് കോൺസ്റ്റൻറ്റ് ഇടുന്നത് ഉത്തരം തന്നെ മാറിപ്പോകാം. ഓക്കെ, ക്ലിയർ ആയോ?
അപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് മനസ്സിലായോ? രണ്ടാമത്തെ ചെയ്ത് പ്രോബ്ലവും മനസ്സിലായിട്ടുണ്ടാവണം, കോൺസ്റ്റന്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ല ആർക്കും? ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓക്കെ ആണോ? പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ ഇവിടെ വരെ? ഓക്കെ ഓക്കെ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, y ഡാഷ് ഈക്വൽ ടു കെ വൈ എന്നുള്ളതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. y ഡാഷ് ഈക്വൽ ടു കെ വൈ. കെ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു കോൺസ്റ്റന്റ്, അത്രേ ഉള്ളൂ കെ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കെ വൈ. അതെ, അപ്പോൾ നോക്കിയാൽ വൈയുടെ ടേം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം, എക്സിൻ്റെ ടേം ഒരുമിച്ച് കൊണ്ടുവരാം. സോ ഡി വൈ ബൈ വൈ ഈക്വൽ ടു നമ്മൾ അതിനെ എന്തെഴുതും? കെ ഡി എക്സ് എന്ന് എഴുതും. ഓക്കെ, ഇനി എന്താ ഇപ്പം നോക്കിയേ, ഇതിപ്പം വേരിയബിൾ സെപ്പറബിൾ ആയി, കാരണം വേരിയബിൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രേഷൻ നമ്മൾ നടത്താൻ പോവാം. ഇൻ്റഗ്രൽ 1/y dy നമ്മൾ എന്ത് വിളിക്കും? ലോഗ് മോഡ് വൈ എന്ന് വിളിക്കും. ശരിയല്ലേ? ലോഗ് മോഡ് വൈ. റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് വരും? കെ എക്സ്. ഉടനെ തന്നെ എന്തുകൊണ്ട് വിളിക്കണം? കോൺസ്റ്റൻറ്റ്. ഞാൻ ഇവിടെ സി ടിൽഡ എന്ന് വിളിച്ചു, വേറെ ഒന്നുമില്ല, നിങ്ങൾ സി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. റീഅറേഞ്ച്മെൻറ്റ് നടത്തി അവസാനം കിട്ടുന്ന കോൺസ്റ്റൻറ്റ് സി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരതിനെ തൽക്കാലം സി അല്ല ടിൽഡ എന്ന് വിളിച്ചു, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്, ലോഗ് മോഡ് വൈ ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി എന്ന് കിട്ടി. നമ്മളപ്പോൾ ഇതിനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മോഡ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു കെ എക്സ് പ്ലസ് സി ടിൽഡ എന്ന് എഴുതാം. ശരിയാണല്ലോ? അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമുക്കിതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ റൈസ് ടു കെ എക്സ് ഇൻറ്റു ഇ റൈസ് ടു സി ടിൽഡ നമുക്ക് എഴുതാമല്ലോ. നമുക്ക് കിട്ടിക്കുന്ന മോഡ് വൈ ഈക്വൽ ടു ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് വൈ ഈക്വൽ ടു എന്ത് എഴുതാം? വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇ റൈസ് ടു സി ടിൽഡ ഇൻറ്റു ഇ റൈസ് ടു കെ എക്സ് എന്ന് എഴുതാം. ഈ സ്റ്റെപ്പ് ഇപ്പോഴത്തെ സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം എന്താ സംഭവിച്ചത്. മോഡ് വൈ നമുക്കറിയാം, ലോഗ് മാറ്റാൻ വേണ്ടി എക്സ്പൊണൻഷ്യൽ എടുത്താൽ മതി. അപ്പോൾ ലോഗ് വൈ ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി ടിൽഡ എന്നും നമ്മൾ ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ എക്സ്പൊണൻഷ്യൽ എടുക്കുന്നുണ്ട്. എക്സ്പൊണൻഷ്യൽ ഓഫ് ലോഗ് എക്സിനെ നമ്മൾ എക്സ് എന്നേ വിളിക്കത്തുള്ളൂ. അപ്പം ലോഗ് കളയാൻ വേണ്ടി നമ്മൾ എക്സ്പൊണൻഷ്യൽ അപ്ലൈ ചെയ്തു. സോ ലെഫ്റ്റ് സൈഡ് വെച്ചാൽ മോഡ് വൈ ഈക്വൽ ടു ആയി, റൈറ്റ് സൈഡ് എന്തായി തീർന്നു? ഇ റൈസ് ടു കെ എക്സ് പ്ലസ് സി ടിൽഡ ആയി. നമുക്കറിയാം ഇ റൈസ് ടു എ പ്ലസ് ബി എ നമ്മൾ എങ്ങനെ എഴുതും? ഇ റൈസ് ടു എ ഇൻറ്റു ഇ റൈസ് ടു ബി എന്ന് എഴുതും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തത്. ഇ റൈസ് ടു കെ എക്സ് ഇൻറ്റു ഇ റൈസ് ടു സി ടിൽഡ. ഇത് മോഡ് വൈ ആ. ദെൻ വൈ ഈക്വൽ ടു എന്ത് വരും? വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇ റൈസ് ടു സി ടിൽഡ ഇ റൈസ് ടു കെ എക്സ് എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിപ്പോൾ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഫോമിലാണ്, അല്ല ഒരു ഭയങ്കര ഒരു ഭംഗിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ വിളിക്കുന്നറിയോ? വൈ ഈക്വൽ ടു സി ഇ റൈസ് ടു കെ എക്സ് എന്ന് വിളിക്കും. എന്താ സംഭവിച്ചത്? നമുക്കറിയാം സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു സി ടിൽഡ വരും വെൻ വൈ ഗ്രേറ്റർ ദാൻ 0. നമുക്കറിയാം നമ്മുടെ വൈ പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഇ റൈസ് ടു സി ടിൽഡയാണ്. വൈ എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി എന്ന് വെച്ചാൽ എന്താ? മൈനസ് ഇ റൈസ് ടു സി ടിൽഡയാണ്. സോ നമ്മൾ അതുകൊണ്ട് ഇതിനെ വൈ ഈക്വൽ ടു സി ഇ റൈസ് ടു കെ എക്സ് എന്നങ്ങ് സിമ്പിളാക്കി എഴുതി. ഒന്നുമില്ലതേ ഇയാളെ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ എന്ത് വിളിച്ചു? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ അതിനെ സി എന്ന് വിളിച്ചു. നമുക്കറിയാം ഇവിടെ രണ്ട് ചോയ്സ് ഉണ്ട്, പ്ലസ് ഇ റൈസ് ടു സി ടിൽഡ ഉണ്ട്, മൈനസ് ഇ റൈസ് ടു സി ടിൽഡ ഉണ്ട്. ഈ പ്ലസ് ഇ റൈസ് ടു സി ടിൽഡ വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ പോസിറ്റീവ് ആകുമ്പോൾ. മൈനസ് ഇ റൈസ് ടു സി ടിൽഡ വരുന്ന എപ്പോഴാണെന്ന് നമുക്കറിയാം? വൈ നെഗറ്റീവ് ആകുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായോ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. നിങ്ങൾക്കറിയാം എന്താണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നുള്ളത് അല്ലേ? എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കൂടെ ഒരു ഇനിഷ്യൽ കണ്ടീഷനും കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ,
വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. ഇത്രയും മാത്രമായിരുന്നെങ്കിൽ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രോബ്ലം മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ എക്സ്ട്രാ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? വൈ ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്താ? എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1. ശരിയല്ലേ? അപ്പോൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് ഇത്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ ഗുണം എന്താണ്? നമുക്ക് കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇതുവരെ ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷനകത്ത് എല്ലാം ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. പക്ഷേ ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സിനെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ വൈയുടെ ടേം എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു അല്ലേ, എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡ് എന്ത് വരും? ലോഗ് മോഡ് വൈ എന്ന് വരും അല്ലേ. റൈറ്റ് സൈഡ് എന്ത് വരും? മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി ടിൽഡ എന്ന് തോന്നുന്നു. ശരിയല്ലേ? നമുക്കറിയാം കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉടനെ തന്നെ കൊടുക്കണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ സി ടിൽഡ വന്നു. ഇത് നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. മൈനസ് ലോഗ് മോഡ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 1 ബൈ മോഡ് എക്സ്. ഇതൊക്കെ ലോഗിന്റെ പ്രോപ്പർട്ടിയാണ്. അതായത് മൈനസ് ലോഗ് എ നമ്മൾ എങ്ങനെ എഴുതും? ലോഗ് 1 ബൈ എന്ന് എഴുതും. ഇതൊക്കെ ബേസിക് പ്രോപ്പർട്ടിയാണ്, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിന് നമുക്ക് ലോഗ് 1 ബൈ മോഡ് എക്സ് പ്ലസ് സി ടിൽഡ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ലോഗ് മോഡ് വൈ മൈനസ് ലോഗ് 1 ബൈ മോഡ് എക്സ് ഈക്വൽ ടു സി ടിൽഡ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ലോഗ് ബി എ, ലോഗ് എ ബൈ ബി എന്ന് എഴുതാറുണ്ടല്ലോ. അപ്പോൾ ലോഗ് എ ബൈ ബി. ഓക്കെ ഓക്കെ അപ്പോൾ ഇതെന്ത് സംഭവിക്കും? 1 ബൈ മോഡ് എക്സ് നമ്മൾ തിരിച്ചു പോയിട്ട് അതൊരു മോഡ് എക്സ് ആയി തരും. അപ്പോൾ ഇതിന് ലോഗ് മോഡ് വൈ ഇൻറ്റു മോഡ് എക്സ് ഈക്വൽ ടു സി ടിൽഡ വരും. അപ്പം മോഡ് എ ഇൻറ്റു മോഡ് ബി മോഡ് എ ബി എന്ന് എഴുതാം. സോ ഇത് ലോഗ് മോഡ് വൈ എക്സ് ഈക്വൽ ടു സി ടിൽഡ എന്ന് ഞാൻ എഴുതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എക്സ്പൊണൻഷ്യൽ അങ്ങ് അപ്ലൈ ചെയ്യുന്നു. എക്സ്പൊണൻഷ്യൽ അപ്ലൈ ചെയ്താൽ എന്ത് വരും? ലോഗ് മോഡ് വൈ എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്? ഇ റൈസ് ടു സി ടിൽഡ വരും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് വൈ എക്സ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് ഇ റൈസ് ടു സി ടിൽഡ എന്ന് വരും. ശരിയല്ല? നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പ്ലസ് ഓർ മൈനസ് ഇ റൈസ് ടു സി ടിൽഡ എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സി എന്നങ്ങ് വിളിക്കാം. സോ വൈ എക്സ് ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പം എപ്പോഴായിരിക്കും പ്ലസ് ഇ റൈസ് ടു സി ടിൽഡ വരുന്ന? എപ്പോഴാണ്? വൈ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ. മൈനസ് ഇ റൈസ് ടു സി ടിൽഡ വരുന്ന എപ്പോഴാണ്? വൈ എക്സ് നെഗറ്റീവ് ആകുമ്പോൾ. ഓക്കെ, അത്തരം കാര്യങ്ങൾ കൂടെ എഴുതുക. അത് എഴുതിയാലും വലിയ കുഴപ്പമില്ല. അപ്പം വൈ എക്സ് ഈക്വൽ ടു നമുക്ക് സി എന്ന് കിട്ടി. അപ്പം അതുകൊണ്ട് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സി ബൈ എക്സ് കിട്ടും. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. പക്ഷെ ജനറൽ സൊല്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്, ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് വേണ്ടത്. കാരണം എന്തുകൊണ്ടാ? ഇവിടെ ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ ഒന്നുണ്ട്. ഏതാ? എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1. അപ്പോൾ ഞാൻ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും? 1 ഈക്വൽ ടു സി ബൈ 1. അതായത് സി ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ഐഡന്റിഫൈ ചെയ്തു. എന്താണ്? 1. ദെൻ വൈ ഈക്വൽ ടു 1 ബൈ എക്സ് ഈസ് ദ എന്താണ്? നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ ഈ പ്രോബ്ലം? മനസ്സിലായി സാർ. ഓക്കെ, നമ്മളിനി നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം, അതും ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. എന്താണ്? വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് 2xy, വൈ ഓഫ് 0 ഈക്വൽ ടു 1. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വൈ ഡാഷ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എഴുതുന്നു അല്ലേ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2xy. നമ്മൾ വൈയുടെ ടേം, അപ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വൈ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഡി വൈ ബൈ ഡി വൈ അല്ല ഡി വൈ ബൈ വൈ ഈക്വൽ ടു മൈനസ് 2x അവിടെ തന്നെ നിൽപ്പുണ്ട് ഇൻറ്റു ഡി എക്സ്. ഇനി എന്ത് ചെയ്യുക? ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയി. ഇനി അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് കഴിഞ്ഞാൽ ലോഗ് മോഡ് വൈ എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് 2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോട്ട് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി ടിൽഡ. സി ടിൽഡ മീൻസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ദെൻ നമുക്ക് അവിടുന്ന് മോഡ് വൈ ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ്പൊണൻഷ്യൽ ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി ടിൽഡ എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പം അവിടെ നമുക്ക് y ഈക്വൽ ടു എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് ഇ റൈസ് ടു സി ടിൽഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. നമുക്കറിയാം ഈ പ്ലസ് ഓർ മൈനസ് ഇ റൈസ് ടു സി ടിൽഡ നമ്മളൊരു സി എന്ന് വിളിക്കും. അപ്പോൾ സി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ദെൻ നമുക്ക് ആൻസർ കിട്ടും എന്ത്?
y ഈക്വൽ ടു സി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന ആൻസർ കിട്ടും. നോക്കി, y ഈക്വൽ ടു സി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അതായത് ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ? നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 1. y ഓഫ് 0 ഈക്വൽ ടു 1 മീൻസ് എന്താണ്? x ഈക്വൽ ടു 0, y ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y ഈക്വൽ ടു 1, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 വന്നു, റൈറ്റ് സൈഡിൽ c, ഇ റൈസ് ടു മൈനസ് എക്സ് 0 ആണ്, 0. അപ്പോൾ ഇ റൈസ് ടു 0 1. സോ നമുക്ക് c ഈക്വൽ ടു എന്ത് കിട്ടി? 1 കിട്ടി. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? c 1 ആയതുകൊണ്ട് y ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായത്? മനസ്സിലായി സാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് ടൈപ്പ്. അപ്പം ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, നിങ്ങളത് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? സാർ ഓക്കെ.